മാന്യ സ്നേഹിതർക്ക് സ്നേഹാവന്ദനങ്ങൾ. ബാംഗ്ലൂർ കേന്ദ്രമാക്കി ഹോപ്പ് ഇൻ ജീസസ് എന്ന ഒരു സഭയിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയ്ക്കിടയിൽ ഭാരതത്തിന് ആവശ്യമായ ഉണർവ് ആരംഭിച്ചിരിക്കുന്നു എന്ന ഒരു അവകാശവാദവും അവിടെ ശുശ്രൂഷയ്ക്കായി വന്ന ആൾക്കാരിൽ അഗ്നി അഭിഷേകം വ്യാപരിച്ചു എന്നും ലിക്വിഡ് ഫയർ എന്ന രൂപത്തിൽ ഒരു പുതിയ സാധനം ഇറങ്ങിയിട്ടുണ്ട് എന്നുമൊക്കെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. കേരളത്തിലുടനീളം ഒരു ഉണർവ് താമസിയാതെ ഉണ്ടാകുവാൻ പോകുന്നു എന്നും അത് കേരളത്തിൽ നിന്ന് ആരംഭിക്കുമെന്നും പറയാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. എന്ന് പറഞ്ഞാൽ 2000-ത്തിലൊക്കെയാണ് ഇത് പറഞ്ഞു തുടങ്ങിയത്. വടക്കേ ഇന്ത്യയിൽ നിന്ന് പീഡനത്തിന്റെ വാള് വരുമെന്നും തെക്കേ ഇന്ത്യയിൽ നിന്ന് ഉണർവിന്റെ കാറ്റടിക്കുമെന്നും അല്ലെങ്കിൽ തീ കത്തുമെന്നും ഏറെക്കുറെ മധ്യഭാഗത്തെത്തുമ്പോൾ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന പീഡനത്തിന്റെ ഗാംഭീര്യത്തെ ഒക്കെ ഉണർവ് വിഴുങ്ങിക്കളയുമെന്നും ഒക്കെയാണ് പ്രവചനങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. അത് കഴിഞ്ഞു അങ്ങിങ്ങായി ദേ ഉണർവ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഓളം വെക്കുക പതിവായിരുന്നു. മലയാളക്കരയിൽ ഈ ഉണർവിനെ കുറിച്ച് ഒരു 4-5 ചെറുപ്പക്കാരാണ് അന്ന് കൊണ്ടുവന്നത്. അതിൽ ഫിന്നി സ്റ്റീഫൻ, ബിജി അഞ്ചൽ, റൈസൻ തോമസ്, പിന്നെ കുറച്ച് ബാക്കി ടീമുകളും ഉണ്ട്. ഇതിന്റെ ഇടയിൽ നിന്ന് വളർന്നു വന്ന് ഇതിൽ നിന്ന് പുറത്തേക്ക് പോയ അനേകരുമുണ്ട്. ഇത് തിന്മയാണെന്ന് തിരിച്ചറിഞ്ഞാണ് അവരൊക്കെ പുറത്തു പോയത്. പക്ഷേ അവരാരും ഇന്ന് ഈ കാണുന്ന തിന്മയ്ക്കെതിരെ സംസാരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് എന്റെ പ്രത്യേകത. ഏതായാലും കേരളത്തിൽ കൊട്ടാരക്കരയിലെ പെങ്കൊച്ചിന്റെ കൊലപാതകത്തോടോ ആത്മഹത്യയോടോ അനുബന്ധിച്ച് ഈ ഫയർ വിങ്സിന്റെ ചിറകുകൾക്ക് ക്ഷതമേറ്റതാണ്. പിന്നീട് അവരെ എവിടെയെങ്കിലും കാണുന്നില്ലായിരുന്നു. അക്കാലഘട്ടത്തിലാണ് കൊറോണ കൂടി വന്നു. അതോടുകൂടി ഈ തീ ആകെ അങ്ങ് കെട്ടുപോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഒരല്പമെങ്കിലും സുബോധമുണ്ടെങ്കിൽ നമ്മളിത് ശ്രദ്ധിക്കണം. കൊറോണയ്ക്ക് മുമ്പുള്ളവരുടെ പെർഫോമൻസ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഉദ്ധരിച്ച കൊട്ടാരക്കരയിലെ പെങ്കൊച്ചിന്റെ മരണത്തോടിന് മുമ്പുള്ള പെർഫോമൻസ്, ഇതാ ഇപ്പൊ ഇവിടെ എല്ലാം കത്താൻ പോകുന്നു, ഭയങ്കര അഭിഷേകം നടക്കാൻ പോകുന്നു. ഇവർ പലയിടങ്ങളിൽ ക്യാമ്പുകൾ വെച്ചു, ആൾക്കാരെ വല്ലാതെ എന്തൊക്കെയോ പറഞ്ഞ് മാനസികമായി വിഭ്രാന്തിയിലാക്കി. നോട്ടിന്റെ അളവിൽ പേപ്പറുകൾ കീറി പേഴ്സിനകത്ത് വെച്ചിട്ട് സമ്പത്ത് വരാൻ പോകുന്നു എന്ന് പറയുകയും തിരുവഴുത്തിനകത്ത് യാതൊരു ബന്ധവുമില്ലാത്ത ഭാഗങ്ങൾ എടുത്തിട്ട് വ്യാഖ്യാനിച്ച് ജനത്തെ കബളിപ്പിക്കുകയും നിങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നടക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഒരുമാതിരി മാനസികമായി വട്ടാക്കുന്ന ഒരു രീതിയായിരുന്നു നടന്നു വന്നിരുന്നു. ഏതായാലും അവകൾക്കൊക്കെ ഒരു ശമനമുണ്ടായി എന്ന് ആശ്വസിച്ച് നമ്മൾ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ പുതിയ സാധനം ലിക്വിഡ് ഫയർ എന്ന രൂപത്തിൽ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോ റൈസൻ തോമസ് ആൾക്കാരെയൊക്കെ ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങള് ബാംഗ്ലൂരിൽ വരണം, ഒരു ദിവസമെങ്കിലും ഇവിടെ വന്ന് ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് പോകണം, ഇതിന്റെ പകർച്ച നിങ്ങൾക്ക് പ്രാപിക്കണമെന്നാ പറഞ്ഞത്. ഞാൻ ആ പകർച്ച എന്നുള്ളത് തകർച്ച എന്നാണ് പറയുന്നത്. അപ്പൊ ഈ തകർച്ച നിങ്ങളെല്ലാവരും പ്രാപിച്ചുകൊണ്ട് പോകണം, എന്നിട്ട് എല്ലായിടത്തും കൊണ്ട് കത്തിക്കണമെന്നാ പറയുന്നത്. അവിടെ ഒന്നും കത്തുന്നില്ല എന്നുള്ളതും, അഗ്നി കത്തിയാൽ പോലും കുറെ കൂടിയെങ്കിലും ഉണ്ടാവും, അതിനേക്കാളും മ്ലേച്ഛമായ കുറെ തുള്ളലും ചാട്ടവുമാണ് അവിടെ കാണിക്കുന്നത് എന്നതുമാണ് അവിടുത്തെ പ്രത്യേകത. ഞാൻ അതിന്റെ ഒന്നും അടിവേരുകൾ പറയാൻ താല്പര്യപ്പെടുന്നില്ല, ഒരുപാട് കാര്യം പറയാനുണ്ട്. ഇവർ ഈ കാണിച്ചു കോലാഹലങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്ന പ്രസ്ഥാനത്തിന്റെ ആരംഭകരായാലും അല്ലെങ്കിൽ അതിന്റെ പിതാക്കന്മാരായാലും അതിലെല്ലാ വ്യക്തികളുടെയും പിതാക്കന്മാരെ ഒക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും എവിടെയൊക്കെയാണ് ഇതിന്റെ അടിവേരുകൾ എന്നുള്ള കാര്യം. ഞാൻ അവകൾ ഓരോന്നായിട്ട് ഇപ്പോൾ പറയാൻ മുതിരുന്നില്ല, പിന്നീട് ആവശ്യം വന്നാൽ പറഞ്ഞോളാം. ഒരു വാക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. തിരുവെടുത്തിലെങ്ങും പരാമർശമില്ലാത്തതും ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ പാഷാണ്ഡതയുടെ അല്ലെങ്കിൽ ദുരുപദേശങ്ങളുടെ മേഖലയിൽ മാത്രം കണ്ടിട്ടുള്ളതുമായ ചില കോലാഹലങ്ങളാണ് ഈ യുവ സുവിശേഷകർ
അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ ഏലപ്പാറയൊക്കെ ചെന്ന് ചാടിയതും കൂടെ കാണുമ്പോൾ ഖേദമുണ്ട്. പിന്നെ അയാൾ തന്നെ പറഞ്ഞു, ഞങ്ങളൊക്കെ പ്രവചിക്കുന്നതിനകത്ത് ഏതാണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതിൽ നിന്നുമൊക്കെ ഈ ഡ്യൂപ്ലിക്കേറ്റിന്റെ കൂടെ അവർ ചേരുന്നതിൽ തെറ്റുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഫലത്താൽ വൃക്ഷത്തെ തിരിച്ചറിയാം എന്ന് പറയേണ്ടുന്ന ഗതികേടിലേക്ക് നമ്മൾ എത്തുകയാണ്. ഉണർവ് എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി ദൈവജനം അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പ് ഒരു ഉണർവുണ്ടാകുമോ? ഒരിക്കലും അമ്മാതിരി ഒരു ഉണർവ് ഉണ്ടാവില്ല. മത്തായി സുവിശേഷം 25-ാം അധ്യായം നമ്മൾ പരിശോധിച്ചാൽ അറിയാം, ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരുമായ കന്യകമാരെ കുറിച്ചുള്ള ഉപമ. അതിൽ 5-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചു ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിനെന്ന ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു വാതിൽ അടയ്ക്കുകയും ചെയ്തു. 13-ാം വാക്യം: ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. വളരെ കൃത്യമായി എല്ലാവരും മയക്കം പിടിച്ചുറങ്ങുന്ന വേളയിലാണ് മനുഷ്യപുത്രൻ വരുന്നത് എന്നും അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പിൻ എന്നും തിരുവെഴുത്ത് നമ്മളോട് സംസാരിക്കുകയാണ്. ഇനി 24-ാം അധ്യായം നമ്മൾ പരിശോധിച്ചാൽ 36 മുതൽ 12 വാക്യം ഞാൻ പറയാം. ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറി എന്നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഉണർവുണ്ടാക്കിയിട്ടല്ല കർത്താവ് വരുന്നത്. നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും എന്നാണ് തിരുവെഴുത്ത് പരാമർശിക്കുന്നത്. 24-ലും 25-ലുമായി 2 പദപ്രയോഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. 1 ഉണർന്നിരിപ്പീൻ, 2 ഒരുങ്ങിയിരിപ്പീൻ. തെസലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ലേഖൻ പറയുന്നത് ശ്രദ്ധിക്കൂ. തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ: ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും. അപ്പോ ശരിക്കും എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഒരു ഘട്ടത്തിലാണ് യേശുവിന്റെ വരവ് സംഭവിക്കുന്നത്. അപ്പൊ അവിടെ പറയാ ഉറങ്ങാതെ ഉണർന്നും സുബോധമായും ഇരിക്ക. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രവുമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. അവിടെയും 2-3 കാര്യമാണ് പറയുന്നത്. 1 ഉറങ്ങാതിരിക്കുക, 2 ഉണർന്നിരിക്കുക, 3 സുബോധമായിരിക്കുക. 1 സ്നേഹമുണ്ടായിരിക്കുക, 2 പ്രത്യാശയോടിരിക്കുക, 3 വിശ്വാസത്തോടിരിക്കുക. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ 6 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അന്ത്യകാലത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്, അല്ലെ? 1 വിശ്വാസം, ക്രിസ്തുവിലുള്ള ഉറച്ച വിശ്വാസം. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം സംസാരിക്കുമ്പോൾ പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ വരവിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞാൽ കർത്താവിലുള്ള ആശ്രയം കണ്ടെത്തുമോ? ഇല്ല. മറ്റിതര വിഷയങ്ങളിലേക്ക് മനുഷ്യന്റെ ആശ്രയം നീങ്ങിപ്പോകുന്ന ഒരു കാലം. അതാണ് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, നിങ്ങൾക്ക് വിശ്വാസം വേണം, നിങ്ങൾക്ക് സ്നേഹം വേണം, എല്ലാറ്റിനും ഉപരി പ്രത്യാശ നിങ്ങൾക്കുണ്ടായിരിക്കണം. അത് നിലനിർത്തണമെങ്കിൽ നിങ്ങൾ ഉറങ്ങിപ്പോകരുത്, നിങ്ങൾ ഉണർന്നിരിക്കണം, നിങ്ങൾ സുബോധത്തോടിരിക്കണം. ഇങ്ങനെ വളരെ കൃത്യമായി വിശദീകരിക്കുമ്പോൾ ഒരു വലിയ ഉണർവിന്റെ നടുവിൽ എല്ലാവരെയും ഉണർത്തിയിരുത്തിയിട്ട് എല്ലാവരും അലേർട്ടായിരിക്കുന്ന സമയത്താണ് ക്രിസ്തു വരുന്നത് എന്നൊരു പരാമർശം തിരുവെഴുത്തിൽ എവിടെയും കാണുന്നില്ല. അതുകൊണ്ട് ഇവരെ കാണിക്കുന്നത് പോലെയുള്ള ജിമിക്സ് ഒന്നും വചനപ്രകാരമുള്ളതല്ല എന്ന് ദൈവജനം തിരിച്ചറിയണം. ഇതിനകത്ത് പിണയുവാൻ സാധ്യതയുള്ള അപകടത്തെ ദൈവജനം കാണാതെ പോകരുത്, ശ്രദ്ധിക്കാതെ പോകരുത് എന്ന് വളരെ വിനയത്തോടെ നിങ്ങളോട് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഇവന്മാർ കൊണ്ടുവരുന്ന ഈ സാധനങ്ങളൊക്കെ ആദ്യം ബാംഗ്ലൂരിൽ ലോഞ്ച് ചെയ്തിരുന്നത് എം എ വർഗീസ് പാസ്റ്ററുടെ ചർച്ചിലാണ്. ഇപ്പൊ അതിനൊക്കെ ഒരുവിധം വ്യത്യാസം വന്നു.
അവിടെ ഇച്ചിരി സമ്പത്തും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇവരെയൊക്കെ അങ്ങോട്ട് ഒതുക്കിയിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഈ പരിപാടികളൊന്നും ഇപ്പൊ അവിടെ കാണുന്നതിൽ കുറവാണ്. അത് കഴിഞ്ഞു കേരളത്തിലേക്ക് ഇത് വരുന്നത് തിരുവനന്തപുരത്തെ കരിസ്മയിലാണ്. എല്ലാ സാധനവും കൊണ്ടിറക്കുന്നത് തിരുവനന്തപുരത്തെ കരിസ്മയാണ്. ബാക്കി ജില്ലകളിലെ കാര്യം എനിക്കറിയില്ല. ബാംഗ്ലൂർ MA വർഗീസും കേരളത്തിലെ കരിസ്മയുമായി ഭയങ്കര ടൈപ്പാണ്. ഞാനിത് 2000 മുതലുള്ള കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ലോകത്തിൽ എവിടെ കിട്ടുന്ന വചനവിരുദ്ധമായ മാലിന്യങ്ങളെയും യാതൊരു ഉളുമ്പുമില്ലാതെ ഭാരത മണ്ണിൽ കൊണ്ടിറങ്ങാൻ അനുവദിച്ചിരുന്നത് ബാംഗ്ലൂർ ആണെങ്കിൽ, അദ്ദേഹത്തിന്റെ തന്നെ ഒത്താശയോടുകൂടി കേരളത്തിൽ ഈ സാധനങ്ങളെല്ലാം കൊണ്ടിറക്കിയിരുന്നത് കരിസ്മയിലാണ്. എല്ലാ സാധനങ്ങളും ഇവിടെ വരും. അതുപോലെ തന്നെ ഇപ്പോൾ ലിക്വിഡ് ഫയർ അടക്കം അവിടെയുള്ള എല്ലാം കൂടി നേരെ വാരിക്കെട്ടി കേരളത്തിലേക്ക് വരാൻ ഫ്ലെക്സുകൾ ഉയർന്നിട്ടുണ്ട്, നോട്ടീസുകൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും അവകൾക്കിടയിൽ നിന്ന് ചില ഉപദേശം പ്രസംഗിക്കുന്ന പ്രസംഗകർ പിന്മാറിയിരിക്കുന്നു എന്ന് കേൾക്കുന്നു. ഒരു ഭാഗത്ത് അതില് സന്തോഷമുണ്ടെങ്കിലും മറുഭാഗത്ത് അതിലൊരു വിയോജിപ്പ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ലിക്വിഡ് ഫയറുകാർ പ്രസംഗിക്കാൻ വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ദുരുപദേശകർ പ്രസംഗിക്കാൻ വരുന്നത് കൊണ്ട് ഉപദേശകർ അതിനിടയിൽ പ്രസംഗിക്കില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അവർ അതേ സ്റ്റേജിൽ ചെന്ന് അവരുടെ ലിക്വിഡ് ഫയർ പ്രസംഗിക്കാൻ നിൽക്കാതെ ഒറിജിനൽ വചനം ഇവർ പ്രസംഗിക്കുകയാണെങ്കിൽ ഇവർ പ്രസംഗിക്കുന്നതല്ലേ നല്ലത് എന്നതാണ് എന്റെ ചിന്ത. കാരണം അവിടെ 15 ലിക്വിഡ് ഫയറുകാർ വന്നാലും കൃത്യമായി വചനം പറയുന്ന ഒരാൾ ചെന്ന് സത്യവചനം പറഞ്ഞാൽ ആ കൂട്ടായ്മയ്ക്കകത്ത് നിന്ന് സത്യം തിരിച്ചറിഞ്ഞ് ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ ആ ഒരാൾക്ക് മുഴുലോകത്തെക്കാളും വിലയുണ്ടെന്ന കാരണത്താൽ ലഭ്യമാകുന്ന വേദികൾ ഒഴിവാക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെന്റെ അഭിപ്രായമാണ്. എന്തെങ്കിലും വിരുദ്ധാഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാലോ. അപ്പോൾ അവിടെ ദുരുപദേശകർ വരുന്നു എന്ന കാരണത്താൽ ഉപദേശകർ മാറി നിൽക്കുന്നതിൽ വല്ല കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ദുരുപദേശകരുടെ ഇടയിൽ ഉപദേശകർ ചെന്നിട്ട് അവന്മാരെക്കാളും അപ്പുറത്തെ കോലം കെട്ടുന്ന രീതി വന്നാൽ അപകടം വരും. തിന്മയെന്ന് പറയാൻ ലഭ്യമാകുന്ന ഏത് വേദികളും ഉപയോഗിക്കുന്നത് തെറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഞങ്ങളെയൊക്കെ CSIക്കാർ വിളിക്കാറുണ്ട്, കാത്തലിക്സിന്റെ ചെറിയ പ്രോഗ്രാംസിലൊക്കെ ഞങ്ങളെ വിളിക്കാറുണ്ട്, മറ്റെല്ലാത്തിലും വിളിക്കാറുണ്ട്. അപ്പോൾ എവിടെ ചെന്നാലും നമ്മുടെ ക്രിസ്തുവിനെ ക്രിസ്തുവായിരിക്കുന്നത് പോലെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും അതിനകത്തുള്ളതായി എനിക്ക് തോന്നുന്നില്ല. കാരണം എവിടെ പ്രസംഗിക്കുന്നു എന്നതിനേക്കാൾ ആരെ പ്രസംഗിക്കുന്നു എന്നുള്ളതല്ലേ പ്രത്യേകത. അപ്പോൾ ദുരുപദേശകനെ സംബന്ധിച്ചിടത്തോളം അവനെ എവിടെ വിളിച്ചാലും അവൻ പോവുമല്ലോ. അവൻ എവിടെ ചെന്നും പ്രസംഗിക്കാൻ തയ്യാറുമാണല്ലോ. ഉപദേശകൻ അവന്റെ ഉപദേശം പറയാൻ എന്തിനാണ് അവൻ അമാന്തിക്കുന്നത്? അവരുടെ കൂടെ പ്രസംഗിക്കുന്നതിൽ നിന്നും മാറി നിൽക്കുന്നതാണോ വിശുദ്ധി? അവരുടെ ഇടയിൽ ചെന്ന് പ്രസംഗിച്ച് വസ്ത്രത്തിൽ കറ പുരളാതെ അതിന്റെ ഇടയിൽ നിന്ന് ചിലരെ വിടുവിക്കാൻ കഴിയുന്നു എങ്കിൽ അതാണോ വേണ്ടത്? ഏതായാലും അതൊക്കെ ഒന്ന് വിലയിരുത്തി എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ള കാര്യം. ഏതായാലും കൊറോണയ്ക്ക് ശേഷം പൂർവാധികം ശക്തിയോടെ ദുരുപദേശകരുടെ വചനവിരുദ്ധ നിലപാടുകൾ ഉയർന്നു വരാൻ ആരംഭിച്ചിരിക്കുന്നു എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. പൗലോസ് എഫെസോസിലെ ദൈവമക്കളെ വിളിച്ച് ബലപ്പെടുത്തുമ്പോൾ അവരോട് പറയുന്നത്, പുറത്തുനിന്ന് കള്ളന്മാർ ശംനായ്ക്കൾ വന്ന് നിങ്ങളുടെ സഭയെ ഉപദ്രവിക്കാതിരിക്കാൻ നിങ്ങൾ കരുതലുള്ളവരായിരിക്കണം. നമ്പർ 2, നിങ്ങളുടെ ഇടയിൽ നിന്ന് ഭിന്നാഭിപ്രായക്കാർ ദുരുപദേശകർ എഴുന്നേറ്റ് ജനത്തെ വലിച്ചു കളയുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും സൂക്ഷിക്കണം. 2 കാര്യങ്ങളാണ് സൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. 1, പുറത്തുനിന്ന് ദുരുപദേശകരുടെ കടന്നുകയറ്റം സൂക്ഷിക്കണം. 2, അകത്തുനിന്ന് ദുരുപദേശത്തോടുകൂടി എഴുന്നേൽക്കുന്നവരെയും സൂക്ഷിക്കണം. പുറത്തുനിന്ന് അകത്തേക്ക് ആടുകളുടെ വേഷം പൂണ്ടുവരുന്ന ചെന്നായ്ക്കളെ സൂക്ഷിക്കണം. അകത്തുനിന്ന് ചെന്നായ്ക്കളായി എഴുന്നേൽക്കുന്നവരെയും സൂക്ഷിക്കണം. അപ്പോൾ വളരെ കരുതലോടുകൂടി സഭയുടെ നിലനിൽപ്പിന് വേണ്ടി സൂക്ഷിക്കണം എന്ന പദപ്രയോഗം ശുശ്രൂഷകരോടായി താക്കീത് പോലെ ക്രിസ്തുവും പൗലോസും ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഉത്തരവാദിത്വം നമുക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അത് ചെയ്തേ മതിയാകൂ. അപ്പോൾ ശുശ്രൂഷകർ എന്ന നിലയിൽ നമ്മുടെ ഇടയിൽ വിരാജിക്കുന്ന എല്ലാവരും യഥാർത്ഥ വചനത്തിന്റെ ശുശ്രൂഷകരല്ല എന്നും അവർ വചനത്തെ കോട്ടിക്കളയുകയും തിരുവെഴുത്തിനെ വികലമാക്കുകയും ചെയ്യുന്നവരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. തീമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: അന്ത്യകാലത്ത് ദുർഘട സമയം വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും
അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹമില്ലാതെ കാര്യസാധ്യക്കാരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. ഭക്തി തിരുവചന പ്രകാരം സുബോധത്തോടെ ജീവിക്കുന്നതാണ് ഭക്തി, അല്ലാതെ ആവേശവും പരവേശവും കാണിക്കുന്നതല്ല ഭക്തി. ഇപ്പൊ ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയാനാണ് പൗലോസ് ഉപദേശിക്കുന്നത്. അതുകൊണ്ട് ഈ കണ്ടുവരുന്ന പേക്കൂത്തുകളെ ദൈവജനം വിട്ടൊഴിയാൻ തയ്യാറാകണം. തിരുവെഴുത്തുകളെ വായിച്ച് ഗ്രഹിച്ചു മനസ്സിലാക്കി ഇവറ്റകളെ കളയുവാൻ തയ്യാറാകണം. അപ്പൊ ചിലർ പറഞ്ഞ അതിനകത്ത് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അമൃതാന്തമയുടെ എവിടെയും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഏതൊരു അമ്പലത്തിൽ ചെന്നാലും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. കോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ചെന്നാൽ അത്ഭുതം നടക്കുന്നുണ്ട്. ആലപ്പുഴ മരിയൻ കേന്ദ്രത്തിൽ ചെന്നാൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. സജിത്തിന്റെ അവിടെ പോയാൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. പൗലോസ് എടുത്തുദ്ധരിക്കുന്നുണ്ട്, വെളിച്ചപ്പാടത്തിയെ കൊണ്ട് നടന്ന് ആദായം ഉണ്ടാക്കുന്നവർ. ഈ വെളിപ്പാടുമുണ്ട് വെളിച്ചപ്പാടുമുണ്ട് ഇത് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം നമുക്കുണ്ടാകണം. തിരുവെഴുത്തുകളെ വായിക്കണം. ചിലർ പറയുന്നത് ഇതൊക്കെ കണ്ടിട്ട് അസൂയയാണെന്നാണ്. അത് കണ്ടിട്ട് യാതൊരു അസൂയയുമില്ല. അതിന്റെ ആവശ്യവും ഞങ്ങൾക്കില്ല. കാരണം അതിനു വേണ്ടിയിട്ടല്ല ഞങ്ങൾ ജീവിക്കുന്നത്, നിത്യരാജ്യത്തിൽ ചെന്നെത്തുവാൻ വേണ്ടിയിട്ടാണ്. തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഞങ്ങളിൽ പൂർത്തീകരിച്ച് നിത്യരാജ്യത്തിൽ ചെന്നെത്തുകയാണ് ഉദ്ദേശം. 5-10 കൊല്ലം കൂടിയാണ് ഇനി ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. തിരുവെഴുത്ത് ഞങ്ങൾ അതിന് ആവശ്യപ്പെടുന്നുമില്ല. ഇങ്ങനെയുള്ള കേസുകളെ വിട്ടൊഴിയാനാണ് തിരുവെഴുത്ത് പറയുന്നത്. അടുത്ത് പറയുന്ന പദം കേൾക്കൂ. വീടുകളിൽ നൂണ് കടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ടും നാനാമോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അപ്പോൾ യവന്മാര് പെണ്ണുങ്ങളെ മാത്രമല്ല ആണുങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. അത് ആണുങ്ങളുടെ വേഷത്തിൽ നടക്കുന്ന പെണ്ണുങ്ങൾ എന്ന് പറയാനേ നിവർത്തിയുള്ളൂ. തിരുവഴുത്ത് അറിയാൻ മേലാതെ ഇവന്റെയൊക്കെ പുറകെ നടക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം യവന്മാർക്ക് ആണിന്റെ കോല ഉണ്ടെന്നേ ഉള്ളൂ. ഇവർ ആത്മീകമായി സ്ത്രീകളാണ്. അടുത്തു പറയാ, എന്നേസും എംബ്രേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് എതിർത്ത് നിൽക്കുന്നു. ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരും അത്രേ. വളരെ കൃത്യമായിട്ട് പേരുദ്ധരിച്ച പൗലോസ് പറയാണ്, എന്നേസും എംബ്രേസും മോശയോട് എതിർത്തുന്ന പോലെ ഈ ജാതികൾ സത്യത്തോട് എതിർത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇന്നിവിടെ കണ്ടുവരുന്ന ഈ ദൈവദാസന്മാരുടെ പേര് കെട്ടി നടക്കുന്ന ഈ വ്യാജന്മാർ, അവർ ദൈവവചനത്തിന് വിരുദ്ധമായതാണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയണം. അവർ സത്യത്തോടാണ് എതിർത്ത് നിൽക്കുന്നതെന്ന് അറിയണം. അവർ അധികം മുഴുക്കുകയില്ല. മേൽപ്പറഞ്ഞവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെടും. നീയോ, പൗലോസ് പറഞ്ഞ കേൾക്കുക, നീയോ എന്റെ ഉപദേശം. അടിസ്ഥാനപരമായി ആദ്യം പൗലോസ് പറയുന്നത് ഉപദേശം, 2 നടപ്പ്, 3 ഉദ്ദേശം, 4 വിശ്വാസം, 5 ദീർഘക്ഷമ, 6 സ്നേഹം, 7 സഹിഷ്ണുത എന്നിവയും. ഇതിലെവിടെയും യവന്മാര് പറയുന്ന പോലത്തുള്ള വ്യാജ ഉണർവുകളെ ഒന്നും പൗലോസ് ഉദ്ധരിക്കുന്നില്ല. ഇതിലേതെങ്കിലും ഒരു കാര്യം ഇവന്മാരുടെ അനുകരിക്കാൻ നമുക്ക് കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു കാലത്തും കഴിയില്ല. അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവങ്ങളും കഷ്ടാനുഭവങ്ങളും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം സഹിച്ചു, അതിൽ നിന്നെല്ലാം കർത്താവ് എന്നെ വിടുവിച്ചു. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. അടുത്ത വാക്യോടെ ശ്രദ്ധിക്കുക. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. അപ്പോൾ ഇന്ന് കണ്ടുവരുന്ന ഇവന്മാർ ദുഷ്ടമനുഷ്യരാണ്, മായാവികളാണ്. ഒറിജിനൽ ഒളിച്ചു വെച്ച അയാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്നവരാണ്. തിരുവഴുത്തിൽ എങ്ങും വെളിപ്പെടുത്തിയിട്ടില്ലാത്തതും തിരുവഴുത്തിലെങ്ങും സൂചനയില്ലാത്തതുമായ ഉണർവ് നടക്കുമെന്നും ലിക്വിഡ് ഫയർ ഉണ്ടാകുമെന്നും ഒക്കെയുള്ള അന്യായങ്ങൾ പറഞ്ഞ് ദൈവസഭയ്ക്കകത്ത് കലക്കമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ ജാതി കുറുക്കന്മാരെ ജനം തിരിച്ചറിയണം. നിങ്ങൾ ഇത് കണ്ടിട്ട് കാണാത്തതുപോലെ ഇരിക്കരുത്. ഉപദേശിമാരുടെ പണി ഇതാണ്. അല്ലാതെ ഏപ്രിൽ മെയ് മാസമായതുകൊണ്ട് നല്ല പാലുള്ള സഭകൾ തെരഞ്ഞെടുക്കുകയല്ല ഉപദേശിമാരുടെ പണി. ഇന്ന് സഭകളുടെ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തെല്ലാം ചർച്ച നടക്കുന്നത് ട്രാൻസ്ഫറിന്റെ ചർച്ചകളാണ്. ഗംഭീരമാകുന്ന ചർച്ചകളാണ് നടക്കുന്നത്. മിക്കവാറും ഉപദേശിമാരുടെ സഭകൾക്ക് വേണ്ട. മിക്കവാറും ഉപദേശിമാർക്ക് നല്ല ചർച്ചകൾ വേണം. പിള്ളേരെ പഠിപ്പിക്കാൻ സൗകര്യമുള്ള ചർച്ചകൾ, പെട്രോൾ അടിക്കാൻ സൗകര്യം, പച്ച മീന് കിട്ടുന്ന സൗകര്യം, ഇതൊക്കെ നോക്കി സഭകൾ തപ്പി നടക്കുകയാണ്. ഇവന്മാർക്കാർക്കും ഇബ്ജാതി വരുന്ന ദുരുപദേശങ്ങളെ എതിർക്കുവാനോ സംസാരിക്കുവാനോ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായ കാര്യം. ഇവരെ പോലെയുള്ളവർ മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരുമെന്നും അവരെ തന്നെ വഞ്ചിക്കുന്നുവെന്നും മറ്റുള്ളവരെ വഞ്ചിക്കുന്നുവെന്നും ബൈബിൾ പറഞ്ഞിരിക്കുമ്പോൾ
സഭയുടെ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുവാൻ കർത്താവ് അഭിഷേകം ചെയ്ത് കൊണ്ടിരുത്തിയിരിക്കുന്നവർ അവിടെ ഇരുന്ന് കാശുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതല്ലാതെ കർത്താവിന്റെ സഭയുടെ നിലനിൽപ്പിന് ആവശ്യമായ ഉപദേശങ്ങൾ കൊടുക്കുവാനോ നിയന്ത്രിക്കുവാനോ കഴിയാതെ ഇവരവിടെ ഇരിക്കുന്നുവെങ്കിൽ ഇവന്മാരെ കള്ളന്മാരാണ്, ഇവന്മാരവിടെ ഇരുത്തിയിരിക്കുന്നത് ചെകുത്താനാണെന്ന് പറയേണ്ടി വരും എന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമില്ല. ഇവിടെ ഇങ്ങനെ പറയുന്ന, നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിങ്കലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെടുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്തത് കൊണ്ട്. കേട്ടോ, അപ്പൊ ബാല്യം മുതൽ നമ്മൾ ഈ വചനം പഠിച്ചാ വരേണ്ടത്. നമ്മുടെ തലമുറകൾ ഇന്ന് ഇമാതിരിയുള്ള പേക്കൂത്തുകൾ കണ്ട് അവകൾ ശരിയാണെന്ന് കരുതി അവകളുടെ പുറകെ പോയിട്ട് കാറിന്റെ പുറകെ കരിയില പായുന്നത് പോലെ കുറെ ദൂരം ചെല്ലുമ്പോൾ അവകൾക്കകത്ത് യാഥാർത്ഥ്യമില്ലെന്ന് തിരിച്ചറിയുകയും വഴിയിൽ പെട്ടുപോവുകയും ചെയ്യുന്നു നമ്മുടെ യൗവനക്കാർ. അവകൾ സംഭവിക്കാതിരിക്കാൻ, നമ്മുടെ തലമുറകൾക്ക് ഈ അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ അവരെ തിരുവചനം പഠിപ്പിക്കുക. വചനപ്രകാരമുള്ള യഥാർത്ഥത്തിലുള്ള അന്യഭാഷയോടുകൂടിയ കൃപാവരത്തോടുകൂടിയ പരിശുദ്ധാത്മാവിനെ അവർ പ്രാപിക്കട്ടെ. അവർ വിശുദ്ധിയുടെ ആത്മാവിനാൽ നിറയട്ടെ. അവർ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ശുശ്രൂഷിക്കാൻ തയ്യാറാകട്ടെ. അത്തരത്തിലുള്ള ശുശ്രൂഷകൾ അവർ അനുഭവിക്കട്ടെ. വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതനുസരിച്ച് ജീവിക്കുവാൻ നമ്മുടെ തലമുറകൾക്ക് വഴി പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം ഇതൊന്നും പറഞ്ഞു കൊടുക്കാതെ എങ്ങനെയും കാശുണ്ടാക്കി കുമ്പ നിറയ്ക്കുക എന്നുള്ളത് മാത്രമായി നമ്മൾ അധപ്പതിക്കുന്നു. ഇത് അപകടത്തിന്റെ ലക്ഷണമാണ്. ഇവിടെ ഒരു പിന്നോട്ട് പോക്ക് നമുക്ക് അത്യാവശ്യമാണ്. ഇവിടെ ഇങ്ങനെ പറയും, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. നമ്മുടെ തലമുറകളെ പഠിപ്പിക്കുവാൻ, അവരെ നിശ്ചയം പ്രാപിപ്പിക്കുവാൻ, അതിൽ നിലനിർത്തുവാൻ നമുക്ക് കഴിയണം. എല്ലാ തിരുവെടുത്തും ദൈവവിശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശം, ശാസനം, ഗുണീകരണം, നീതിയിലെ അഭ്യസനം എന്നിവയ്ക്ക് പ്രയോജനമുള്ളതാകുന്നു. ഇവകളാണ് തിരുവെടുത്ത് വെച്ച് ചെയ്യേണ്ടത്. ഇത് ഉപദേശമില്ല, ശാസനയില്ല, ഗുണീകരണമില്ല, നീതിയിലെ അഭ്യസനമില്ല. ചുമ്മാ കെട്ടിപ്പിടിക്കലും തുള്ളലും ചാട്ടലും ആട്ടവും മാത്രം. ഈ ദുഷ്ടന്മാരെ തിരിച്ചറിയണം, ഈ മായാവിമാരെ തിരിച്ചറിയണം, ഈ കുറുക്കന്മാരെ തിരിച്ചറിയണം. വചനത്തിനകത്ത് നിൽക്കാത്ത ഇമാതിരിയുള്ള വ്യാജന്മാരെ തിരിച്ചറിഞ്ഞ് പുറത്താക്കാൻ ഇനിയും സഭയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വില കൊടുക്കേണ്ടതായി വരും എന്ന് ഓർപ്പിക്കേണ്ടി വരുന്നതിൽ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഈ വരുന്ന ലിക്വിഡ് ഫയർ അടക്കമുള്ള ഫയർ വിങ്സിന്റെയും ഇതുപോലുള്ള അന്യായ പാഷാണ്ഡതകളെ പുറങ്കാൽ കൊണ്ട് മെതിച്ചു കളയുവാനുള്ള അഭിഷേകമാണ് ദൈവജനത്തിനുണ്ടാകേണ്ടത്. നമ്മുടെ പിതാക്കന്മാർ ഇരുന്നത് പോലെ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അന്യഭാഷയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വം കരയേറ്റ് നിത്യതയ്ക്കൊരുങ്ങാം. നമ്മുടെ കർത്താവ് വരുവാൻ സമയമെടുത്തിരിക്കുന്നു. അന്ത്യകാലമാണിത്. ആകയാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രത്യാശയിലും നിലനിന്ന് ഉറങ്ങിപ്പോകാതെ ഉണർന്ന് സുബോധമായിരുന്ന് നമ്മുടെ കർത്താവിന്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ കർത്താവ് വരാറായി. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.